മുഖ്യൻ, സഖ്യങ്ങളുടെ കിങ് മേക്കർ ചന്ദ്രബാബു നായിഡു സ്വപ്നം കണ്ട BJP രഹിത ബദൽ കിണാശ്ശേരി യാഥാർത്ഥ്യമാകുമോ? VVPAT-നെതിരെ ഹർജി കൊടുക്കാൻ ഒത്തുകൂടിയ 21 പ്രാദേശിക കക്ഷികൾ 21-ാം തീയതി ഒരുമിച്ചിരുന്ന് പിന്തുണക്കത്തെഴുതുമ്പോൾ ആര് പിന്നിൽ നിന്നൊറ്റും, ആര് രക്തസാക്ഷിത്വം വരിക്കും? 1996 മോഡൽ യുണൈറ്റഡ് ഫ്രണ്ട് ആവർത്തിക്കുമോ? എൻകൗണ്ടർ അന്വേഷിക്കുന്നു, BJP ബദൽ ചിത്രം തെളിയുന്നു. ഇന്ന് ചർച്ചയിൽ നമുക്കൊപ്പം അതിഥികളായി ചേരുന്നു കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴക്കൻ, CPM നേതാവ് MV ഗോവിന്ദൻ മാസ്റ്റർ, BJP നേതാവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ എന്നിവർ. അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, 5ാം ഘട്ടത്തിലേക്ക് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിന് പോകുന്ന ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരുന്നു. അത് ഇത്തവണ എന്താണ് പ്രചരണ വിഷയമാക്കേണ്ടത് എന്ന് പോലും മറന്നുപോയ പ്രധാനമന്ത്രിയുടെ പരിഭ്രാന്തജനകമായ പ്രസംഗങ്ങളാണ് ഇപ്പോൾ കേൾക്കുന്നത്. പരിഭ്രാന്തിയാണ് ഇപ്പോൾ നരേന്ദ്രമോദിക്ക് എന്ന്. ഇന്ന് അത്തരം സൂചനകൾ പുറത്തു വരത്തക്ക രീതിയിൽ പ്രതിപക്ഷ കക്ഷികൾ ഒരുമിച്ച് രാഷ്ട്രപതിയെ കാണാനുള്ള തീരുമാനമെടുക്കുന്നു. 21-ാം തീയതി ഒരു BJP രഹിത ഒരു ബദൽ സർക്കാരിന് 21 കക്ഷികൾ രൂപം നൽകും. അവർ 21-ാം തീയതി ഒരുമിച്ച് കൂടും. അതായിരിക്കും ഇനി ഇന്ത്യയുടെ ഭാവി നിശ്ചയിക്കുക എന്ന് 21 കക്ഷികൾ ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെയാകുമോ? 21 42 എത്ര കക്ഷികൾ വേണമെങ്കിലും ഒരുമിച്ച് കൂടിക്കോട്ടെ. മെയ് മാസം 23-ാം തീയതിയിലെ സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നതെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രധാനമന്ത്രിയായിട്ട്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട്, ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വരും. അതിനകത്തൊരു സംശയവുമില്ല. ജനങ്ങളുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ, ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കുറേ നാളായി തുടങ്ങിയിട്ട്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രശ്നമല്ല. തുടക്കത്തിലെ പ്രശ്നം എന്തായിരുന്നു? EVM മെഷീനെക്കുറിച്ചായിരുന്നു. BJP എല്ലാ സംസ്ഥാനങ്ങളിലും ജയിക്കുന്നു. അതിന് കാരണം മെഷീനാണ്, വോട്ടിംഗ് യന്ത്രമാണ്. വലിയ ബഹളം വെച്ചു, നിങ്ങൾ പോലും ചർച്ച വെച്ചു, കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച വെച്ചു. അവസാനം വോട്ടിംഗ് മെഷീനുമായിട്ട് ഡൽഹിയിൽ ഇലക്ഷൻ കമ്മീഷണർ വെല്ലുവിളിച്ചപ്പോൾ ആരും പോയില്ല. അത് കഴിഞ്ഞു. അതിൻ്റെ പ്രശ്നം അവസാനിക്കുന്നത് മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും വിജയിച്ചപ്പോൾ അവിടെ ഉപയോഗിച്ചതേ വോട്ടിംഗ് മെഷീനാണ്. വിജയിച്ച ഉടനെ പറഞ്ഞു വോട്ടിംഗ് മെഷീൻ തകരാറില്ല. BJP ജയിക്കുമ്പോൾ വോട്ടിംഗ് മെഷീൻ വലിയ പ്രശ്നം. കോൺഗ്രസ് ജയിക്കുമ്പോൾ, മറ്റു ഓപ്പോസിഷൻ പാർട്ടി ജയിക്കുമ്പോൾ വോട്ടിംഗ് മെഷീൻ നല്ലത്. അത് കഴിഞ്ഞു ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ. ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ BJP അങ്ങ് NDAയുടെ ഭാഗത്ത് നിന്ന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയ വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നില്ല. ഏറ്റവും ഒടുവിൽ രാജീവ് ഗാന്ധി അഴിമതിക്കാരനെന്ന് വിളിക്കത്തക്ക രീതിയിൽ, കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ അച്ഛന് വിളിക്കത്തക്ക രീതിയിൽ വരെ പ്രചരണം അധപ്പതിക്കുന്നൊരവസ്ഥയുണ്ടായി. അതിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടെടുത്തില്ല എന്നത് ശരി, അതിന് ക്ലീൻ ചിറ്റ് സുപ്രീം കോടതി നൽകി എന്നതും ശരി. പക്ഷേ മുന്നോട്ട് വയ്ക്കാൻ ഇത്തവണ NDAക്ക് കാര്യമായ ഒന്നും ഉണ്ടായില്ല. തൊഴിലുറപ്പ്, അല്ലെങ്കിൽ തൊഴിലില്ലായ്മ, അല്ലെങ്കിൽ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ടവ എല്ലാ വിഷയത്തിലും നിശബ്ദമായിരുന്നു. അരുണേ, എന്നോടൊരു ചോദ്യം ചോദിച്ചാൽ അത് മുഴുവിപ്പിക്കാനുള്ള സമയം എനിക്ക് തരണം. ഇപ്പം നിങ്ങൾ ആദ്യം ചോദിച്ചതിന് ഞാൻ എങ്ങനെ ഉത്തരം പറയാം? അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചോദ്യം ചോദിക്കുന്നതിന് പകരം ഒരു ചോദ്യം ചോദിച്ചോ, അതിന് ഉത്തരം പറഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചോ. എന്ത് ചോദ്യം നിങ്ങൾ ചോദിച്ചാലും ഞാൻ ഉത്തരം പറയാം. സമാധാനപരമായിട്ട് നമുക്ക് ചർച്ച നടത്താം. നിങ്ങൾ എന്നെ അനുവദിക്കണം ഉത്തരം പറയാനായിട്ട്. രണ്ടാമത്, ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവനും ഞങ്ങൾ പിടിച്ചു കെട്ടി എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ കുറേ കേസുകൾ കൊടുത്തു. സുപ്രീം കോടതിയിലെ കേസുകളൊന്നും BJPക്ക് വിരുദ്ധമായില്ല, അമിത്ഷായ്ക്ക് വിരുദ്ധമായില്ല, മോദിക്ക് വിരുദ്ധമായില്ല. അപ്പോൾ ഉടനെ സുപ്രീം കോടതി ജഡ്ജിമാരെ വെളിയിലിറക്കി. സുപ്രീം കോടതിയിലെ ചില ജഡ്ജസ് അവർ വെളിയിലിറങ്ങിയിട്ട് ബഹളം വെച്ചു. അന്ന് ബഹളം വെച്ച ജഡ്ജിയിൽ പെട്ടയാളാണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്. അന്ന് അദ്ദേഹത്തെ കാണാൻ പോയതാരാ? നിങ്ങൾ മനസ്സിലാക്കണം, D രാജ. ഇപ്പം എന്തുണ്ടായി? അദ്ദേഹം ചീഫ് ജസ്റ്റിസായി. അദ്ദേഹത്തെ ചീഫ് ജസ്റ്റിസ് ആക്കില്ല നരേന്ദ്രമോദി എന്ന് പല ചാനലുകളും പറഞ്ഞു. പക്ഷേ നരേന്ദ്രമോദി അദ്ദേഹത്തെ ഒരു വിരോധം ഉണ്ടായില്ല, ചീഫ് ജസ്റ്റിസായിട്ട് അദ്ദേഹം വന്നു. ഇന്നെന്താ കണ്ടത്? ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം, ലൈംഗിക ആരോപണം. ആർക്കെതിരെയും വേണമെങ്കിൽ ഈ 354 വകുപ്പിട്ടിട്ട് ഈ ആരോപണം ഉണ്ടാക്കാം. അതിൻ്റെ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ വന്ന് സമിതി വന്നപ്പോൾ ആ സമിതിയുടെ മുമ്പേ ഹാജരാവാൻ ആ യുവതി തയ്യാറായില്ല. അതൊന്നും എനിക്ക് വിഷയമില്ല. പക്ഷേ ഇന്നെന്തുണ്ട്, ആ യുവതിയുടെ മൊഴി അല്ലെങ്കിൽ ആ വിഷയം സമിതി തള്ളിക്കളഞ്ഞപ്പോൾ ഇപ്പോൾ ചീഫ് ജസ്റ്റിസിനെതിരെ സമരം നടത്താൻ D രാജയുടെ ഭാര്യ ആനി രാജ. നിങ്ങളത് മനസ്സിലാക്കണം. ഇത് വെറുതെ നമ്മൾ തമാശ പറയുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ആരാണ് സുപ്രീം കോടതിയെ ഈ രീതിയിൽ സംരക്ഷിക്കണമെന്ന് യാതൊരു ബാധ്യതയുമില്ലല്ലോ ശ്രീ ഗോപാലകൃഷ്ണൻ.
അല്ല, ഞാനിത് ബാധ്യതയെക്കുറിച്ചൊന്നും അല്ല അരുണേ, ഞാൻ ഈ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇലക്ഷൻ വോട്ടിംഗ് മെഷീൻ്റെ വിഷയം വന്നു, അത് കഴിഞ്ഞ് ഭരണഘടനാ സ്ഥാപനം വന്നു, അത് കഴിഞ്ഞപ്പോഴാണ് ഇലക്ഷൻ കമ്മീഷൻ BJPക്ക് മോദിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദി ഏത് കാര്യമാണ് നരേന്ദ്രമോദി ഇലക്ഷൻ്റെ ചട്ടത്തിന് വിരുദ്ധമായി പറഞ്ഞത്? ഇപ്പൊ സൈന്യത്തിന് ഉപയോഗിക്കുന്നു ഒരു കാര്യം. ബലാക്കോട്ടിലും പുൽവാമയിലെയും സൈന്യത്തെക്കുറിച്ച് ന്യൂക്ലിയർ ബട്ടൺ ദീപാവലിക്ക് പൊട്ടിക്കാനല്ല എന്ന് പറഞ്ഞതിനെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ MV ഗോവിന്ദൻ മാഷുണ്ട്, അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കോൺഗ്രസിൻ്റെ ഈ കേരളത്തിലെ പ്രചരണം 94.6 എന്ന് പറയുന്ന പ്രൈവറ്റ് റേഡിയോ അടക്കമുള്ള കേരളത്തിലെ റേഡിയോയിലെ പ്രചരണം, ഞാൻ സൈന്യത്തിൽ ചേരാൻ പോകുന്നു. അപ്പോൾ അച്ഛൻ പറയുന്നു, മോനെ നീ വോട്ട് ചെയ്തിട്ട് പോ, സൈന്യത്തിൽ ചേരണമെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ട് വേണം സൈന്യത്തിൽ ചേരാൻ. ഇത് പ്രക്ഷേപണം ചെയ്തത് കേരളത്തിലാണ്. ഞങ്ങൾ പല പ്രാവശ്യം ഇതിൻ്റെ പരാതി പറഞ്ഞു, ആരും കേട്ടില്ല. സൈന്യത്തിനെ ഉപയോഗിക്കുന്നത് കോൺഗ്രസ് ആണോ BJP ആണോ? നരേന്ദ്രമോദി പറഞ്ഞത് എന്താ? നിങ്ങൾ ആദ്യത്തെ വോട്ട് കന്നി വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വീരജവാന്മാരെ ഓർത്ത് അവർക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആർക്ക് വേണം ചെയ്യാലോ, അതും നരേന്ദ്രമോദിക്കല്ലല്ലോ. അവർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് നരേന്ദ്രമോദിക്കാണ് എന്ന് എങ്ങനെയാണ് അത് തിരിക്കാൻ പറ്റുക? ഞാൻ ചോദിക്കട്ടെ, മാത്രമേ ഉള്ളൂ, ഞാൻ വളരെ കുറച്ച് സമയമേ ചോദ്യങ്ങളിലൂടെ എടുക്കുകയുള്ളൂ. അങ്ങേക്ക് ധാരാളം സമയം ഇന്നത്തെ ചർച്ചയിൽ കിട്ടുകയും ചെയ്യും. ശ്രീ ഗോപാലകൃഷ്ണൻ, ശ്രീ ഗോവിന്ദ മാസ്റ്റർ, ഈ നിലവിൽ ഈ 21 കക്ഷികളെയും കൂട്ടി റെയ്സിന ഹില്ലിലേക്ക് പോകാൻ ചന്ദ്രബാബു നായിഡു തയ്യാറായി നിൽക്കുന്നു. പക്ഷേ അതിൽ കൗതുകകരമായ കാര്യം, പിണറായി വിജയനെ കണ്ടിരിക്കുന്നത് ചന്ദ്രശേഖർ റാവുവാണ്. ഇവർ തമ്മിൽ പരസ്പരം മിണ്ടില്ല, ചന്ദ്രബാബു നായിഡുവും TRSഉം. അറിയേണ്ട ഒരു സംശയം, ഒരു ഫെഡറൽ സഖ്യമാണോ ഈ ചന്ദ്രശേഖർ റാവുവിൻ്റെ നേതൃത്വത്തിൽ CPM ലെഫ്റ്റ് അടക്കമുള്ളവർ ആഗ്രഹിക്കുന്നത്? അതല്ല ചന്ദ്രബാബു നായിഡുവിൻ്റെ നേതൃത്വത്തിലുള്ള ഈ വിവിപാറ്റ് സഖ്യമെന്ന് വിശേഷിപ്പിക്കുന്ന ഈ ജനാധിപത്യ സഖ്യമായിരിക്കും? സഖ്യത്തിന് എന്ത് പേര് കൊടുത്താലും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് BJP ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുക. അങ്ങനെ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കി കഴിയുമ്പോൾ അതിന് ബദലായിട്ട് ഒരു ഗവൺമെൻറ്, ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് ഇന്ത്യയിലുണ്ടാവണം. ഇതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതേപോലെ തന്നെ ഇടതുപക്ഷ സ്വാധീനം വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ്. ഈ 3 കാര്യമാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൃത്യമായിട്ട് വിശദീകരിച്ച് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ആകെ 65 സ്ഥാനാർത്ഥികളെയാണ് CPM ഈ തെരഞ്ഞെടുപ്പിൽ ഫീൽഡ് ചെയ്തിരിക്കുന്നത്. അതിൽ വിജയസാധ്യതയുള്ളത് 25-ൽ താഴെ മാത്രമാണ്. കൃത്യമായി പറഞ്ഞാൽ 20-ൽ താഴെയാണ്. കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയി പറഞ്ഞാൽ അത് 12-ൽ താഴെയാണ്. ഇനിയും കുറച്ച് റിയലിസ്റ്റിക് ആയി ഞാൻ പോകുന്നില്ല. ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, നിലവിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഇടതുപക്ഷ സ്വാധീനം? ഞങ്ങളെ പാർട്ടിയുടെ മാത്രം ശക്തി കൊണ്ട് കേക്ക് അതാ ഞാൻ പറയുന്നത്. ഞങ്ങളെ മാത്രം ശക്തി കൊണ്ട് ഇന്ത്യയിലെ മതനിരപേക്ഷ ഗവൺമെൻറ്റിനെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന ഒരു തെറ്റിദ്ധാരണ ഞങ്ങൾക്കില്ല. അത് ഓഫാക്ക്. തിരിച്ചു വരാം. ശബ്ദവിനിമയത്തിൽ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇന്നത്തെ പരിസ്ഥിതിയിൽ തുടരാം. ഹലോ, ശരിയായിട്ടുണ്ട്. അതായത് ഇന്നത്തെ പരിസ്ഥിതിയിൽ, അതായത് മെയ് 23-ാം തീയതി തെരഞ്ഞെടുപ്പിൻ്റെ വിധി വരുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് ഇതാണ്: ഇന്നത്തെ ഇന്ത്യൻ പരിസ്ഥിതിയിൽ BJPയെ താഴെ ഇറക്കുന്നതിന് പകരം ഒരു ഗവൺമെൻറ് ബദൽ വേണം. അതൊരു മതനിരപേക്ഷ ഗവൺമെൻറ് ആവണം. അതിലൊരു 3ാം മുന്നണിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാധ്യതയോ ഇപ്പം നമ്മുടെ മുമ്പിലില്ല. കൃത്യമായിട്ട് BJPയെ താഴെ ഇറക്കാൻ സാധിക്കുന്ന ഒരു മതനിരപേക്ഷ ഗവൺമെൻറ്റാണ് അധികാരത്തിൽ വരേണ്ടത്. അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നടക്കേണ്ടത്. ഇവിടെ BJP ഗവൺമെൻറ് അധികാരത്തിലുണ്ട്. ഒരു സംശയം, പ്രസിഡന്റ് BJPയുടെ നോമിനിയായിട്ട് തന്നെ ഉള്ളയാളാണ്. നിലവിൽ അങ്ങനെയുള്ള സഖ്യം കോൺഗ്രസിന്റെ സഹായത്തോടു കൂടി വരുന്നതായിരിക്കുമല്ലോ ഇടതുപക്ഷം കുറച്ചുകൂടി ആഗ്രഹിക്കുക. കാരണം മമതാ ബാനർജിയുടെ സഹായത്തോടു കൂടി
ചന്ദ്രശേഖർ റാവുവിന്റെ സഹായത്തോടു കൂടി ഒരു ഫെഡറൽ സഖ്യം കേന്ദ്രത്തിൽ രൂപീകരിക്കുക എന്നുള്ളത് ഇപ്പോൾ ഇടതുപക്ഷത്തിന് എത്രമാത്രം താല്പര്യമുള്ള ഒന്നായിരിക്കും? മറുഭാഗത്ത് ചന്ദ്രബാബു നായിഡു കോൺഗ്രസിനെ പുറത്തു നിർത്തിയോ കോൺഗ്രസിനെ ഒപ്പം കൂട്ടിയോ ഒരു വിശാല ജനാധിപത്യ പ്രതിപക്ഷ സഖ്യം ഉണ്ടാക്കാൻ പോകുന്നു. ആ പ്രതിപക്ഷ സഖ്യമായിരിക്കുമോ CPM രാഷ്ട്രീയമായി കൂടുതൽ അനുയോജ്യമായി തീരുക? നാളെ വരാൻ പോകുന്ന കാര്യത്തെ ഊഹിച്ചുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടൊന്നും ഒരു തരത്തിലും ഇന്ത്യൻ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഇത് കേവലമായിട്ടുള്ള ഒരു ഊഹിച്ച കാര്യം മാത്രമാണ്. യഥാർത്ഥത്തിൽ എന്താ സംഭവം? 23-ാം തീയതി കഴിഞ്ഞാൽ മാത്രമാണ് ആർക്കൊക്കെ എത്രയൊക്കെ സീറ്റാണ് ലഭിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാകുക. അപ്പോൾ BJPയെ താഴെ ഇറക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ആർക്കൊക്കെ എത്രയൊക്കെ സീറ്റ് കിട്ടുമെന്നുള്ളതിനെപ്പറ്റി വ്യക്തത അപ്പോഴേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മാത്രമേ അതിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തതയോടുകൂടി ഉത്തരം പറയാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഊഹിച്ചുത്തരം പറയുന്നത് ശരിയായിരിക്കില്ല. മൂന്നാം മുന്നണിയുള്ള സാധ്യത ഒന്നും ഞാനിപ്പോൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങൾക്ക് അത് അംഗീകരിക്കാൻ സാധിക്കുന്നതുമല്ല. ഒരു മൂന്നാം മുന്നണിക്കും ഇന്ത്യയിൽ ഇന്നത്തെ പരിസ്ഥിതിയിൽ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ഗോവിന്ദൻ മാസ്റ്റർ, ഒരു സംശയം സ്വാഭാവികമായി ഉണ്ടാവുന്നത് BJPക്ക് എതിരെയുള്ള ഒരു ബദൽ രൂപീകരിക്കുമ്പോൾ അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് CPM വരാനുള്ള സാധ്യത തന്നെ കുറവാണ് ഈ ഘട്ടത്തിൽ. മന്ത്രിയാകുന്നത് പോകട്ടെ, മന്ത്രിസഭയിൽ അംഗമാകുന്നത് പോകട്ടെ, നിർണായകമായ ശക്തിയാവുക എന്നതുപോലും ഈ ഘട്ടത്തിൽ അപ്രസക്തമായി തീരുന്നുവെന്ന് സ്വയം സമ്മതിക്കലാണോ? അല്ല, ഞങ്ങൾക്കതിൽ യാതൊരു സംശയമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയോ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് രൂപീകരിക്കുക എന്നുള്ളതിനെപ്പറ്റി ഞങ്ങൾ ആലോചിക്കുന്നേ ഇല്ല. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരെ സ്ഥാനാർത്ഥികളെ നിർത്തി നിങ്ങൾ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്? പിന്നീട് എന്തിനാണ് സാർ ഈ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ കോൺഗ്രസിനെതിരെ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിച്ചത്? അല്ല, കോൺഗ്രസിനോടും അതുപോലെ തന്നെ BJPയോടും രാഷ്ട്രീയ സഖ്യമൊന്നുമില്ല. ഒരേ വർഗ നിലപാട് സ്വീകരിക്കുന്ന രണ്ട് ബൂർഷ്വാ പാർട്ടികളാണ്. അതിനെപ്പറ്റി സംശയമൊന്നും ഉണ്ടാവേണ്ടിയില്ല. ഞങ്ങൾക്ക് സംശയമില്ല താനും. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയം തീർത്തുള്ളത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് വർഗപരമായിട്ട് കോൺഗ്രസും BJPയും ഇന്ത്യയിലെ കുത്തക മുതലാളിത്തത്തിൻ്റെയും ഭൂപ്രഭുത്വത്തിൻ്റെയും സാമ്രാജ്യത്വത്തിൻ്റെയും വർഗ താല്പര്യ സംരക്ഷണത്തിൻ്റെ ഉപകരണമായി നിലകൊള്ളുന്ന ഭരണവർഗ പാർട്ടികൾ തന്നെയാണ്. എന്നാൽ ഇവിടെ ജനാധിപത്യ സംവിധാനത്തെയും നമ്മുടെ ഫെഡറൽ സംവിധാനത്തെയും എല്ലാം തകർത്തുകൊണ്ട് ജനങ്ങളെ ഛിന്ന ഭിന്നമാക്കുന്ന BJP ഗവൺമെൻറ് വരാൻ പാടില്ല. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് BJP ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാനാവണം. അതിനുതകുന്ന ഒരു ബദൽ ഗവൺമെന്റ് ഇന്ത്യയിൽ ഉണ്ടാവണം. ആരൊക്കെ നേതൃത്വം കൊടുക്കും, CPMന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് രൂപീകരിക്കാൻ കഴിയുമെന്നുള്ള വ്യാമോഹം തങ്ങൾക്കില്ല, അത്തരം ഒരു മോഹങ്ങളോ ഒന്നും തങ്ങൾക്കില്ല എന്ന് നിങ്ങൾ തന്നെ പറയുന്ന ഘട്ടത്തിലാണ് എന്റെ ഈ സംശയം വരുന്നത്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മത്സരിക്കുന്നത് മനസ്സിലാക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്രയധികം വീറും വാശിയുമുള്ള മത്സരം കേരളത്തിൽ കാഴ്ചവെച്ചിട്ട് കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് നേതൃത്വമോ ഞങ്ങൾക്ക് ഒരു സ്വാധീനമോ ചെലുത്താൻ കഴിയില്ല എന്ന് സ്വയം അഡ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയ വോട്ടർമാരുടെ അവസ്ഥ എന്താണെന്ന് കൂടി ആലോചിക്കണ്ടേ? അവർക്ക് നല്ല ധാരണയുണ്ട്. കേന്ദ്രത്തിൽ ഒരു ഗവൺമെൻറ് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് CPMന് വോട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടേയില്ല. അതിന് ഞങ്ങൾക്ക് സംശയമൊന്നും വേണ്ട. ഞങ്ങൾ പറഞ്ഞത് BJP ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാനാവണം. ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് ഉണ്ടാവണമെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം പ്രധാനമാണ്. രണ്ടാം UPA ഗവൺമെൻറ്റിനെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംവിധാനം ഉണ്ടാവണമെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം വളരെ പ്രധാനമാണ്. ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം ഇല്ലാതെ വന്നാൽ മതനിരപേക്ഷ ഗവൺമെൻറ്റിൻ്റെ ഉള്ളടക്കത്തിൽ വലിയ രീതിയിലുള്ള ചോർച്ചയായിരിക്കും ഉണ്ടാവുക. അതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഏറ്റവും എനിക്കിത് മനസ്സിലായില്ല ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞതിന്റെ പൊരുൾ എന്താണെന്ന്. ഒരർത്ഥത്തിൽ അത് ഒരു ആന്റി BJP വോട്ടായിട്ടാണ് CPMന്റെ വോട്ടിനെ മനസ്സിലാക്കുന്നത്. പക്ഷേ ലോക്സഭയിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ലോക്സഭയിൽ ജയിച്ചു വരുന്ന MP-മാരാണ് ഭാവി പ്രധാനമന്ത്രിയെ തീരുമാനിക്കേണ്ടതും ക്യാബിനറ്റ് ഫോർമേഷന് രൂപം കൊടുക്കേണ്ടതും. അതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാതെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസമേ ഇല്ലാതെയാണ് CPM ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നാണ് ഗോവിന്ദ മാസ്റ്റർ പറയുന്നത്. ഈ ഘട്ടത്തിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ക്യാമ്പയിൻ സമയത്ത് സൂചിപ്പിച്ചിരുന്നത്. ഗോവിന്ദ മാസ്റ്ററുടെ പാർട്ടിയുടെ നിങ്ങൾക്ക് മാനിഫെസ്റ്റോ എന്റെ വായിലേക്ക് ഒന്ന് പറഞ്ഞു തന്നോട്ടെ മാഷെ. ഞാനല്ലേ പറയുന്നില്ല മാഷെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒന്ന് ക്ഷമിക്കൂ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. പാർട്ടിയുടെ അല്ല, നിങ്ങൾ പറയുന്നതിന് മുമ്പ് എന്നെ പറ്റി പറഞ്ഞതിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചു മാത്രമേ ഉള്ളൂ.
അല്ല, ചോദ്യം എന്നോടാന്ന് പറയാം. അത് ഞാനാണ് വിശദീകരിക്കേണ്ടത്, മാഷല്ല. മാഷ് അത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ഗോവിന്ദൻ മാഷ് അടക്കമുള്ള ആളുകളുടെ, ഗോവിന്ദൻ മാഷ് കേരളത്തിലെ പ്രധാനപ്പെട്ട സംഘടനാ ചുമതല വഹിക്കുന്ന ആളാണ്. പ്രധാനപ്പെട്ട സംഘടനാ ചുമതല വഹിക്കുന്ന ആളാണ്. അദ്ദേഹം അടക്കമുള്ള ആളുകൾ പുറത്തിറക്കിയിട്ടുള്ള ലഘുലേഖകളും അതുപോലെ തന്നെ വാഗ്ദാനങ്ങളും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രകടന പത്രികയും എൻ്റെ കയ്യിലുണ്ട്. ആ പ്രകടന പത്രികയിലും അതുപോലെ തന്നെ ലഘുലേഖയിലും ഞാൻ, കാരണം എറണാകുളത്ത് ഞാൻ കേന്ദ്രീകരിച്ചു, എല്ലാം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വേണം ഇപ്പോൾ ആ പ്രകടന പത്രികയും ആ ലഘുലേഖയും എടുത്ത് കാണിച്ചു തരാം. BJPയെ താഴെ ഇറക്കുക എന്നത് മാത്രമല്ല, BJPയെ താഴെ ഇറക്കുക എന്ന നെഗറ്റീവ് ക്യാമ്പയിൻ അവർക്കുണ്ട്, അത് ശരിയാണ്. പക്ഷേ കേന്ദ്രത്തിൽ ഒരു മതേതര ജനാധിപത്യ മുന്നണി, കോൺഗ്രസിനും BJPക്കും ബന്ധമില്ലാത്ത ഒരു മുന്നണിയെ കേന്ദ്രത്തിൽ കൊണ്ടുവരലാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനായിട്ട് ഞങ്ങൾ വോട്ട് ചെയ്യണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. അതിൻ്റെ രേഖ വേണം ഗോവിന്ദൻ മാഷ്ക്ക് തരാം. അപ്പോൾ അന്ന് കോൺഗ്രസ് വിരുദ്ധമായിട്ടുള്ള വോട്ട് കിട്ടണം, BJP വിരുദ്ധമായിട്ടുള്ള വോട്ട് കിട്ടണം. ഇപ്പോൾ ഒരു പരിധിവരെ ശരിയായിരിക്കും. കാരണം അല്ല മാഷെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ മാഷെ, എന്തിനെ തിക്കും നടക്കുണ്ടാക്കണേ, ക്ഷമിക്കൂ മാഷെ, ഇതൊക്കെ അല്ലേ കേരളത്തിലെ ആൾക്കാർക്കൊക്കെ അറിയുന്നല്ലേ. മാഷ് ബഹളം വെക്കല്ലേ, പരിഭ്രാന്തിപ്പെടല്ലേ, പരിഭ്രാന്തി എന്തിനാ? അടുത്തത്, അപ്പൊ കോൺഗ്രസ് വിരുദ്ധമായിട്ടുള്ള വോട്ട് കിട്ടണം, BJP വിരുദ്ധമായിട്ടുള്ള വോട്ട് കിട്ടണം. അതുകൊണ്ട് BJPയും കോൺഗ്രസും ഇല്ലാത്ത മതേതരത്വ മുന്നണി വേണം. ഇപ്പൊ മാഷ് പറയുന്ന എന്താ, ഞങ്ങൾക്കൊരു മതേതരത്വ മുന്നണി ഉണ്ടാക്കാൻ പറ്റില്ല. മാഷ് പ്രകടമായി പറഞ്ഞു ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. മാഷെ പോലെ തന്നെയുള്ള ഈ CPMന്റെ നേതാക്കന്മാർ മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത് വിശാല മതേതര മുന്നണി ഉണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിക്കുമെന്നാ. ഇപ്പം മാഷ് പറയുന്നത് എന്താണെന്ന് മാഷ്ക്ക് തന്നെ മനസ്സിലായിട്ടില്ല. UPA ഒന്നെന്ന് പറയുന്നത് കോൺഗ്രസാ ഭരിച്ചിരുന്നത്. അപ്പോൾ കോൺഗ്രസും ഇവരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല, വർഗ്ഗവ്യത്യാസവുമില്ല, വർഗ്ഗഭാഷയില്ല. ഇവർക്ക് ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ ഭാഷയിട്ട് പറയുക. പിന്നെ മാഷ് പറയുന്നത് യാഥാർത്ഥ്യമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 9 ഉണ്ട്, ഇപ്രാവശ്യം 9 ഉണ്ടാവില്ല. കാരണം ഒരു പെട്ടി ഓട്ടോറിക്ഷയിൽ നാഷണൽ പെർമിറ്റ് ബോർഡും വെച്ച് ഓടുന്ന പാർട്ടിയാണ് CPM. ഇപ്പോൾ അത് സൈക്കിളിലാവും. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മാഷ് പറയുന്നത് മാഷടക്കമുള്ള CPMന് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കുന്നതിൽ ഒരു പങ്കാളിത്തം ഉണ്ടാവില്ല എന്ന് മാഷങ്ങ് തുറന്നു പറയുന്നതാ. അത് തെറ്റൊന്നുമില്ല. പക്ഷെ പ്രശ്നം ഇതായിരുന്നില്ല നിങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത് എന്നുള്ളത് രേഖകൾ കൊണ്ട് സമർത്ഥിക്കാം. ആരെ വേണേ വിളിച്ചോളൂ, ചർച്ചകൾ വെച്ചോളൂ, ഞാൻ വേണമെങ്കിൽ ഈ ചർച്ചയിലടക്കം രേഖകൾ കൊണ്ടുവരാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നേരത്തെ അരുൺ ചോദിച്ചല്ലോ, അരുൺ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് നേരത്തെ. ഞങ്ങളുടെ പ്രചരണത്തിൽ രാഹുൽ ഗാന്ധിയുടെ അച്ഛനെ വിളിച്ചില്ലെന്ന്. എൻ്റെ അരുണെ, ഞങ്ങളെ എല്ലാ കാലഘട്ടത്തിലും നരേന്ദ്രമോദിയുടെ 5 വർഷത്തെ സദ്ഭരണത്തിനാണ് ഞങ്ങൾ വോട്ട് ചോദിച്ചത്. ഒന്ന് പറഞ്ഞോട്ടെ പ്ലീസ്, അനുവദിക്കണം, അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. സദ്ഭരണത്തിനാണ് ഞങ്ങൾ വോട്ട് ചോദിച്ചത്. ഞങ്ങൾ വേറെ ഒന്നും വോട്ട് ചോദിച്ചിട്ടില്ല. നരേന്ദ്രമോദിയുടെ 5 വർഷത്തെ സദ്ഭരണം. ഒരു മനുഷ്യനെ കള്ളൻ എന്ന് വിളിക്കുക, സുപ്രീം കോടതി പറഞ്ഞു കള്ളനാന്ന് എന്ന് പറയുക, അവസാനം അത് മാപ്പ് പറഞ്ഞു. കഴിഞ്ഞ 18 വർഷമായിട്ട് ഒരു മനുഷ്യനെ മരണത്തിൻ്റെ വ്യാപാരി എന്ന് വിളിക്കുക, ക്രൂരതയുടെ പര്യായം എന്ന് വിളിക്കുക, അവസാനം കള്ളനെന്ന് വിളിക്കുക, 5 പൈസ പോലും കക്കാത്ത, അഴിമതിയുടെ കറപുരളാത്ത, സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി സ്വന്തം ചിഹ്നത്തിൽ നിന്ന് ജയിച്ച് അധികാരത്തിൽ വന്ന് പ്രധാനമന്ത്രിയെ അഴിമതിയുടെ കറപുരളാത്ത ഒരാളാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തെയാണ് കള്ളൻ എന്ന് പറയുന്നത്. ഇവരെന്താ പറയുന്നത്? അനിൽ അംബാനിക്ക് ഞങ്ങൾ 30,000 കൊടുത്തു, 1,30,000 കൊടുത്തു എന്നുള്ള രേഖയാണ് ഇന്നലത്തെ പ്രധാനപ്പെട്ട എക്കണോമിക് ടൈംസ് പറയുന്നത്. UPAയുടെ കാലത്ത്, UPA 1ാം കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ ഈ ഗോവിന്ദ മാഷ് ഇരിക്കുന്ന ആ കാലഘട്ടത്തിൽ 1,30,000. അപ്പോൾ ഇവർ ഈ പറയുന്നതിലൊരു അർത്ഥവുമില്ല. കോടതി പറഞ്ഞു, CJ റിപ്പോർട്ട് വന്നു, എന്നിട്ട് കള്ളൻ എന്ന് വിളിച്ചാൽ നരേന്ദ്രമോദി അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ എൻ്റെ കാര്യമാട്ടോ പറയുന്നത്, അരുൺ തെറ്റിദ്ധരിക്കരുത്. ഞാനാണെങ്കിൽ എന്താ പറയുക, ഞാനാണെങ്കിൽ പറയാം കള്ളൻ എന്ന് പറഞ്ഞാൽ ആദ്യം പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കും, പിന്നെ കോടതി പറയും, എന്നിട്ട് കള്ളൻ എന്ന് വിളിച്ചാൽ ഞാനല്ല കള്ളൻ, നിൻ്റെ വീട്ടിലുള്ള ആൾ തന്നെയാണ്, എൻ്റെ അച്ഛൻ തന്നെയാണ് കള്ളൻ എന്നൊക്കെ പറയും. ഇതിനിപ്പോൾ എന്താ വിഷയം എന്ന് വെച്ചാൽ സ്ട്രാറ്റജിയാണ്. അതും കൂടി അരുൺ കാണണം. പഞ്ചാബ് തെരഞ്ഞെടുപ്പ്, കള്ളനെന്ന് വിളിക്കാനുള്ള സാഹചര്യം പൂർണ്ണമായും ഒഴിവാക്കിയിട്ടില്ല ഇപ്പോഴും സുപ്രീം കോടതിയിൽ. ഇനിയും ഹർജിയുണ്ട് റാഫേലിന്റെ കാര്യത്തിൽ, ഇനിയും വിധി വരുന്നതേ ഉള്ളൂ. വരുന്ന ദിവസങ്ങളിൽ 10ാം തീയതിക്ക് ശേഷം പരിഗണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അരുണെ സുപ്രീം കോടതി തെറ്റ് കണ്ടെത്തി നരേന്ദ്രമോദി പൈസ കട്ടെടുത്തു അല്ലെങ്കിൽ നരേന്ദ്രമോദി അഴിമതി കാട്ടി എന്ന് സുപ്രീം കോടതി കാണട്ടെ, എന്നിട്ട് നമുക്ക് പറയാം. അതല്ലാതെ ഒരാളെ കള്ളൻ എന്ന് വിളിക്കുന്നത് ശരിയാവോ? ഇപ്പം ഞാനിവിടെ ഇരുന്നിട്ട് പിണറായി വിജയൻ കള്ളൻ എന്ന് വിളിച്ചാൽ ഗോവിന്ദ മാഷ്ക്ക് ഇഷ്ടപ്പെടുമോ? അപ്പോൾ പറയില്ലേ അപ്പീലുണ്ടെന്ന്, അല്ലെങ്കിൽ ഈ കേസ് ഇവിടെ ഹൈക്കോടതിയിൽ വിട്ടതാണെന്ന് പറയില്ലേ?
അപ്പോൾ സ്വാഭാവികമായും ഒരാളെ കള്ളൻ 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 എന്ന് വിളിക്കുമ്പോൾ എത്ര കണ്ട് സഹിക്കും എന്ന് മാത്രമല്ല, ഭോപ്പാലിലെ തെരഞ്ഞെടുപ്പ്, ഭോപ്പാലിലെ പഴയ ദുരന്തം അറിയാലോ നമുക്ക്. ആ ദുരന്തവുമായി ബന്ധപ്പെട്ട ആളെ നാട് കയറ്റിവിട്ടതാരാ? രാജീവ് ഗാന്ധി ഒരു വലിയ വൻമരം വീഴുമ്പോൾ ഭൂമി കുലുങ്ങുമെന്ന് പറഞ്ഞ സിഖ് കൂട്ടക്കുരുതിയെ, വംശഹത്യയെ ന്യായീകരിച്ചതാരാ? രാജീവ് ഗാന്ധി. ഗോപാലകൃഷ്ണൻ, ഇതൊക്കെ തന്നെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോട്ടിറങ്ങുമ്പോൾ BJPക്ക് സക്രിയമായി മുന്നോട്ട് വയ്ക്കാൻ കാര്യമായ അജണ്ടകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അവരാദ്യം ദേശീയതയിൽ പിടിച്ചു, പിന്നെ സൈന്യത്തിൽ പിടിച്ചു, പശുവിൽ പിടിച്ചിട്ട് കാര്യമില്ലാതെ ബോധ്യപ്പെടുന്ന അവസ്ഥയുണ്ടായി. അയോധ്യയിൽ തൊടാതെ പോയി. ഒടുവിൽ രാഹുൽ ഗാന്ധിയുടെ അച്ഛനെ വിളിച്ചുകൊണ്ട് പഴി പറയുന്ന അവസ്ഥയിലേക്ക് പാനിക്കായ പ്രധാനമന്ത്രി എത്തി എന്നാണ് ഏറ്റവും ഒടുവിൽ BJPക്ക് നേരെ ഉയരുന്ന വിമർശനവും. അത് 23-ാം തീയതി കാണാം നമുക്ക് ആർക്കാണ് പാനിക് എന്ന്. ശരി, ഞാൻ തിരിച്ചു വരാം. ഗോവിന്ദ മാസ്റ്റർ, ഒരു മറുപടി കൂടി അങ്ങേക്ക് വേണം ഈ ഘട്ടത്തിൽ. അമേരിക്ക പക്ഷെ 11 കോടിയുടെ പിന്തുണയുള്ള ആളാണ്. എനിക്ക് ശ്രീ ജോസഫ് വാഴക്കലിലേക്ക് പോകേണ്ടതുണ്ട്. ചെറിയ സാങ്കേതിക തകരാറ് കാരണം എനിക്ക് അദ്ദേഹത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല. എനിക്ക് ശ്രീ ഗോവിന്ദ മാസ്റ്ററിലേക്ക് ഒരിക്കൽ കൂടി തിരിച്ചു വരണം. ഗോവിന്ദ മാസ്റ്റർ, അതിന് മറുപടി. ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു അവ്യക്തതയില്ല. നിങ്ങൾക്ക് രണ്ടാൾക്കും അവ്യക്തത ഉണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി വിശദീകരിക്കാം. സി പി ഐ എമ്മിൻ്റെ യഥാർത്ഥ കാഴ്ചപ്പാട് BJP ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാനാവണം. എന്തുകൊണ്ടാണ് വ്യക്തമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 കൊല്ലക്കാലം പറഞ്ഞ ഒരു കാര്യവും നടപ്പിലാക്കിയിട്ടില്ല. എന്നാൽ പറയാത്ത കാര്യം നേരത്തെ ഗോപാലകൃഷ്ണൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കൃത്യമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. അത് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ മേലെ RSSൻ്റെ നിയന്ത്രണം കൊണ്ടുവരുന്നതിന് വേണ്ടി ഫലപ്രദമായിട്ട് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം നടത്തുകയും ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് ഈ ഭരണഘടന പോരാ, അതിന് പുതിയ ഒരു ഭരണഘടന വേണം, മനുസ്മൃതി അടിസ്ഥാനപ്പെടുത്തിയ ഒരു ഭരണഘടന വേണം എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുള്ളത് BJP നേതൃത്വം തന്നെയാണ്. നേതൃത്വത്തിലുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ജനാധിപത്യ സംവിധാനത്തെ തകർക്കുക, പാർലമെൻ്ററി വ്യവസ്ഥയെ തകർക്കുക, ഫെഡറൽ സംവിധാനത്തെ തകർക്കുക, ഫാസിസത്തിലേക്ക് കാര്യങ്ങൾ നീക്കുക, ഇതാണ് 5 കൊല്ലം കൂടി അധികാരത്തിൽ വന്നാൽ നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്ന് RSSൻ്റെ ഭാഗത്തുനിന്ന് ഇന്ത്യ അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്ന കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് BJPയെ താഴെ ഇറക്കാനാവണം. എന്നാൽ ഒരു മതനിരപേക്ഷ ഗവൺമെൻറ്റിനെ അധികാരത്തിൽ പകരം കൊണ്ടുവരണം. അങ്ങനെ പകരം കൊണ്ടുവരുന്ന ഒരു മതനിരപേക്ഷ ഗവൺമെൻറ്റിന് മതനിരപേക്ഷ ഉള്ളടക്കം കൈകാര്യം ചെയ്യാൻ സാധിക്കത്തക്ക രീതിയിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം വളരെ ഫലപ്രദമാണ്. ആ ഫലപ്രദമായ ഇടതുപക്ഷ സ്വാധീനം ഉണ്ടാവണം ഇന്ത്യൻ പാർലമെൻറ്റിൽ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മത്സരിച്ചത്. പിന്നെ ഗോപാലകൃഷ്ണൻ ഇവിടെ പറയുന്നത് കോൺഗ്രസിനെയും BJPയെയും ഒരേപോലെയാണ് CPIM കണ്ടിരുന്നത് എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. വർഗപരമായിട്ട് ഈ രണ്ടും ഒരേപോലെയാണ്, ഒരേ നാണയത്തിൻ്റെ 2 വശമാണ്, യാതൊരു സംശയമില്ല. എന്നാൽ ജനാധിപത്യ സംവിധാനത്തിന് നേരെയുള്ള അപകടകരമായ കടന്നാക്രമത്തിൻ്റെ, ഫാസിസത്തിൻ്റെ രീതി കൈകാര്യം ചെയ്യുന്നത് BJPയാണ്. ആ BJPക്കെതിരായി ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇലക്ഷൻ അടവ് നയമാണ് ഞങ്ങൾ ഇന്ത്യയിലുടനീളവും കേരളത്തിലും സ്വീകരിച്ചിട്ടുള്ളത്. കോൺഗ്രസുമായി രാഷ്ട്രീയ ഐക്യമുന്നണി എന്ന ധാരണ CPIM-നില്ല. അത് ഒന്നുകൂടി ഉറപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രാഷ്ട്രീയ ഐക്യമുന്നണി CPIM-ഉമായിട്ട് ബന്ധപ്പെട്ടില്ല. അതിലൊരു സംശയത്തിനും ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിൽ 21 കക്ഷികൾ ഒരുമിച്ച് കൂടുമ്പോൾ ആ 21 കക്ഷികളുടെ കൂടെ CPM ഉണ്ടാകുമോ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതല്ല, ചന്ദ്രശേഖർ റാവുവിന്റെ നേതൃത്വത്തിൽ മമതാ ബാനർജിക്കൊപ്പം ആയിരിക്കുമോ CPM-ന്റെ സ്ഥാനം? ഇനി ഞാൻ അതും കൂടി വ്യക്തമാക്കിയാൽ നിങ്ങൾക്ക് സംശയത്തിനിടയുണ്ടാവണ്ട. 3ാം മുന്നണി എന്ന ഒരു സങ്കല്പത്തിലേക്ക് CPM ഇല്ല. ഒരു സംശയവും അതിൽ ബാക്കി വെക്കണ്ടില്ല. എന്ന് വെച്ചാൽ ഈ 2 മുന്നണികളുടെ ഭാഗമായും CPM ഉണ്ടാവില്ല. ഇന്നത്തെ ഇന്ത്യൻ പരിസ്ഥിതിയിൽ BJP ഇത് അല്ല, അങ്ങനെ ഒരു മുന്നണിയൊന്നും ഉണ്ടാവേണ്ട സാധ്യതയില്ല എന്ന് വെറുതെ പറയാന്നല്ലാണ്ട് വേറെ എന്ത് കാര്യമാണ്? ഇവിടെ 3ാം മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണിക്ക് ഒരു സാധ്യതയില്ല.
BJPയെ താഴെ ഇറക്കാൻ സാധിക്കണമെങ്കിൽ BJP വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവരെല്ലാം ചേർത്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കണ്ടേ? ചെറിയൊരു സാങ്കേതിക പ്രശ്നമുള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെയുള്ള ഒരു ഐക്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടല്ലാതെ ശ്രീ ജോസഫ് വാഴക്കൻ, ഒട്ടേറെ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഒരു സാങ്കേതിക തകരാറുള്ളത് കൊണ്ടാണ് അങ്ങയിലേക്ക് വരാൻ അല്പം ഞാൻ വൈകിയത്. എങ്കിലും ചുരുങ്ങിയത് അങ്ങ് കേട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഗോപാലകൃഷ്ണനും ഗോവിന്ദൻ മാസ്റ്ററും പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒരു മൂന്നാം മുന്നണിക്ക് നേതൃത്വം നൽകുന്നതിന് കോൺഗ്രസ് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നാണോ ചന്ദ്രബാബു നായിഡുവിന്റെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാകുന്നത്? മൂന്നാം മുന്നണിയൊന്നുമല്ല. നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് പുറത്തു പോകും. കോൺഗ്രസിൻ്റെ കൂടി പങ്കാളിത്തമുള്ള, അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നണിയിലുണ്ടാകുമോ അല്ലെങ്കിൽ ഭരണത്തിലുണ്ടാകുമോ, മുന്നണിയിലല്ല ഭരണത്തിലുണ്ടാകുമോ, അതൊന്നും ഇപ്പോൾ പറയാനാവില്ല. കോൺഗ്രസിന് കൂടി പങ്കാളിത്തമല്ല, കോൺഗ്രസിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഗവൺമെൻറ് 23-ാം തീയതി അധികാരത്തിലെത്തുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് പുറത്തു പോകും. ഇന്ത്യയിലെ മതേതര ജനാധിപത്യ കക്ഷികൾ ഉൾക്കൊള്ളുന്ന ഒരു ഗവൺമെൻറ് രാജ്യത്തുണ്ടാകും. അതിൻ്റെ നിയന്ത്രണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ടാകും. അതിനുള്ള സാഹചര്യമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ചർച്ച ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു. ഗോപാലകൃഷ്ണൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇരുന്ന് പറയുന്നത് കേട്ടു. അത് പിന്നെ വലിയ പുതുമയുള്ള കാര്യങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് ഗോപാലകൃഷ്ണൻ്റെ നേതാവ് ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെ ഒരുപാട് പ്രധാനമന്ത്രിമാർ, മഹാരഥന്മാർ ഇരുന്ന കസേരയാണ്, വാജ്പേയി ഉൾപ്പെടെ. ഇത്ര തറ നിലവാരത്തിൽ സമനില തെറ്റുന്നവനെ പോലെ തെരഞ്ഞെടുപ്പ് സമയത്ത് പിച്ചും പേയും പറയുന്ന ഒരു പ്രധാനമന്ത്രിയെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആരും കണ്ടിട്ടില്ല. അത്ര നിലവാരമില്ലാത്ത, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അതിൽ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഈ രാജ്യത്ത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സമയത്തും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പുൽവാമയിൽ 40 ജവാന്മാരെ കൊന്നു, അതിനെ ഞാൻ രാത്രിയിൽ തിരിച്ചടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ വീമ്പടികളല്ലാതെ, പുൽവാമയിൽ 40 ജവാന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയത് നമുക്കൊക്കെ ദുഃഖമുണ്ട്. പക്ഷേ ഈ 40 ജവാന്മാരുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഇതുപോലെ ജവാന്മാരുടെ ഒരു വലിയ വ്യൂഹം സഞ്ചരിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി ഒരു വാഹനത്തിൽ വന്ന് അറ്റാക്ക് നടക്കുക, 40 പേരുടെ മരണം, ഇതൊക്കെ അതിനെക്കുറിച്ചൊക്കെ രാജ്യത്തോട് സ്നേഹവും ജവാന്മാരുടെ മരണത്തിലുള്ള ദുഃഖവും അവരുടെ ജീവനോട് കൂറുമുള്ളത് കൊണ്ടാണ് ഇവിടെ ഇന്ത്യയിൽ ആരും തിരിച്ചു ചോദിക്കാത്തത്. എങ്ങനെ മരണമുണ്ടായി എന്നുള്ളതിനെക്കുറിച്ചൊരു അന്വേഷണം പോലും നടത്തേണ്ടതായ ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഏതായാലും ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന സമയത്ത് അത്തരം കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്നിട്ടുള്ള സംഘമായതുകൊണ്ട് ഈ രാജ്യത്ത് എന്തും ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം. നേരത്തെ അവിടെ സിഖ് മരണത്തെക്കുറിച്ച്, സിഖ് കലാപത്തെക്കുറിച്ച് പറഞ്ഞു. അതിൻ്റെ ഒന്നും ചരിത്രത്തെക്കുറിച്ച് ഗോപാലകൃഷ്ണൻ അതിന് മുമ്പുണ്ടായ ഇന്ത്യയിലും പഞ്ചാബിലും ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഗോപാലകൃഷ്ണൻ മറന്നുപോയിക്കൊണ്ടാണോ സംസാരിക്കുന്നത് എനിക്കറിയില്ല. ഏതായാലും വംശീയ കലാപത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള നിലയിൽ ശ്രീ നരേന്ദ്രമോദിയോട് അവിടുത്തെ ഗുജറാത്തിലെ ന്യൂനപക്ഷങ്ങളുടെ മരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ദുഃഖമുണ്ട്. സ്വാഭാവികമായി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാറിൻ്റെ അടിയിൽ ഒരു പട്ടി വന്ന് പെട്ടാൽ ആ പട്ടി ചത്തു കഴിഞ്ഞാൽ നമുക്കൊരു ചത്തല്ലോ എന്ന് ഓർക്കുമല്ലോ എന്നുള്ള നിലയിലുള്ളൊരു ദുഃഖമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രധാനമന്ത്രിയാണ് ഈ രാജ്യം ഭരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വഭാവവും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു നേട്ടം അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞോ? ഇന്ത്യയുടെ സമ്പദ്ഘടന തകർത്തതിനെക്കുറിച്ചോ കാർഷിക മേഖല തകർത്തതിനെക്കുറിച്ചോ ഈ രാജ്യത്ത് എന്ത് പുരോഗതി ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്? കഴിഞ്ഞ കാലഘട്ടത്തിൽ UDF UPA ഗവൺമെന്റിന്റെയും കോൺഗ്രസിന്റെയും ഗവൺമെന്റുകൾ ഇരുന്ന സമയത്തുള്ള സൈനിക നേട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ആ നേട്ടങ്ങളുടെ പേരിൽ ഒക്കെയുള്ള വീമ്പ് പറച്ചിലുകളല്ലാതെ വേറെ എന്ത് നടത്തിയെന്നാണ് പറയുന്നത്? BJPയുടെ നേതാക്കന്മാരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അവിടെ BJPക്ക് ഈ പാർട്ടി, ഈ BJP എന്ന പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത അതിൻ്റെ സ്ഥാപക നേതാക്കളായ LK അദ്വാനിയും അതുപോലെ തന്നെ മുരളി മനോഹർ ജോഷി അടക്കമുള്ള, ജസ്വന്ത് സിംഗ് അടക്കമുള്ള, ജസ്വന്ത് സിൻഹ അടക്കമുള്ള എത്രയോ ആളുകൾ അവരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലല്ലോ. അവരൊക്കെ പറഞ്ഞു ഗുജറാത്തിൽ നിന്ന് 2 കച്ചവടക്കാർ, നരേന്ദ്രമോദിയും അമിത്ഷായും 2 കച്ചവടക്കാർ വന്ന് ഞങ്ങളുടെ പാർട്ടിയും ഈ രാജ്യവും പിടിച്ചെടുത്തു എന്നുള്ളതാണ് അവരുടെയൊക്കെ ആക്ഷേപം. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെയൊക്കെ പ്രതിഫലനങ്ങൾ ഉണ്ടാകും. ഗോപാലകൃഷ്ണ മറുപടി. ഈ ജോസഫ് വാഴക്കന് ഒരു വാഴക്കയുടെ മൂടും BJPയെ കുറിച്ച് അറിയില്ലാതെ മനസ്സിലായി. ആരാണ് നരേന്ദ്രമോദി എന്ന് അറിയോ മിസ്റ്റർ? നിങ്ങൾക്ക് നരേന്ദ്രമോദി ആരാന്നറിയോ? ജീവിതം മുഴുവനും ഈ രാജ്യത്തിന് സമർപ്പിച്ച RSS എത്രയോ കാലമായിട്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. കച്ചവടം നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടിയില്ലല്ലോ. അപ്പം നിങ്ങളൊരു സാമാന്യ മര്യാദ കാണിക്കുക. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം,
ജവഹർലാൽ നെഹ്റു മഹാരഥനാണ്, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ശ്യാമപ്രസാദ് മുഖർജി. അദ്ദേഹം ജയിലിൽ കിടന്നപ്പോൾ അദ്ദേഹത്തെ ഷെയ്ഖ് അബ്ദുള്ള കൊല്ലാൻ വേണ്ടി ജയിലിലിട്ടപ്പോൾ അതേ ജയിലിൻ്റെ ചുറ്റുപാടിൽ ചെന്ന് ഷെയ്ഖ് അബ്ദുള്ളയുമായിട്ട് കൈ കൊടുത്ത് പിരിഞ്ഞപ്പോൾ ആ മനുഷ്യനെ ഷെയ്ഖ് അബ്ദുള്ള ജയിലിലിട്ട ശ്യാമപ്രസാദ് മുഖർജിയെ ഒരു നോക്ക് കാണാൻ പോകാത്ത ആളാണ് ജവഹർലാൽ നെഹ്റു. നിങ്ങൾ മഹത്വം പറയേണ്ട ആവശ്യമില്ല. ഈ നാട്ടിൽ വംശീയ കലാപം മാത്രമല്ല, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത ഗോവിന്ദ മാസ്റ്ററെയും BJPയുടെയും എല്ലാവരെയും ഇരുട്ടുമുറിയിലിട്ട ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിയാണ് നിങ്ങൾ. നിങ്ങളാണോ മനുഷ്യസ്നേഹം പറയുന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ വർഗീയ കലാപം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത് ഗുജറാത്തിലാണ്. അതെന്നാ ഉണ്ടായിട്ടുള്ളത്? നിങ്ങൾ കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന കാലഘട്ടത്തിലാണ്. നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? നരേന്ദ്രമോദി ഭരിച്ച 15 വർഷം, നിങ്ങൾക്ക് 2002 ശേഷം 15 വർഷം ഭരിച്ചില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വർഗീയ കലാപം ആ ഗുജറാത്തിലുണ്ടായത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ഇനി ഇന്ന് കേരളത്തിൽ നിങ്ങൾ പറയുന്നുണ്ട് ഈ ഇന്ത്യയിൽ ഇന്ന് എവിടെയാണ് വർഗീയ കലാപം? എവിടെയാണ് ഒരു ബോംബ് സ്ഫോടനം? നിങ്ങൾ പറയും ബോംബ് സ്ഫോടനം അവിടെ ക്യാമ്പിൽ പൊട്ടി, അല്ലെങ്കിൽ കാശ്മീരിൽ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങൾ ഭരിക്കുമ്പോഴോ മനസ്സമാധാനത്തോടെ ഈ ഇന്ത്യയിലെ ഒരു നഗരത്തിൽ ജീവിക്കാൻ പറ്റില്ല. നിങ്ങളാണ് കൊടുത്തത് POK, പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ. ജനറൽ തിമ്മയ്യയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സൈന്യം ഭൂമി പിടിച്ചെടുത്തപ്പം അത് പാകിസ്ഥാന് വിട്ടുകൊടുത്ത കോൺഗ്രസ്, 98,000 ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യയുടെ ഭൂമി ചൈനയ്ക്ക് വിട്ടുകൊടുത്ത കോൺഗ്രസ്, സിന്ധിനെ രണ്ടാക്കിയ കോൺഗ്രസ്, ഇന്ത്യ വിഭജിച്ച കോൺഗ്രസ്, ആ കോൺഗ്രസ് ആണ് ഇപ്പോൾ വന്നിരുന്നിട്ട് 55 വർഷം ഭരിച്ചിട്ട് സാമ്പത്തികം തകർന്നു പോയി എന്ന് പറയുന്നത്. വിട്ടുകൊടുത്ത BJP എന്നുകൂടി രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് വിട്ടുകൊടുത്തത് അരുണേ? എന്തുകൊണ്ടാണ് വിട്ടുകൊടുത്തത്? വിട്ടുകൊടുക്കില്ല എന്ന് അന്നത്തെ പ്രധാനമന്ത്രി പറഞ്ഞപ്പോ സോണിയാഗാന്ധിയും കോൺഗ്രസും വന്നിട്ട് ഇന്ത്യൻ പാർലമെന്റിനുള്ളിൽ കുത്തിയിരുന്നില്ലേ? അല്ല, നിങ്ങൾ സംസാരിക്കില്ല, ഞാനൊന്ന് സംസാരിച്ചോട്ടെ പ്ലീസ്. ചോദിക്കാനുണ്ട്, നമുക്ക് ചോദിക്കാം, നമുക്ക് പറഞ്ഞും ചോദിച്ചും പോവാം. ഞാൻ ചോദിക്കട്ടെ, മസൂറിനെ വിട്ടുകൊടുക്കുമ്പോ സോണിയാഗാന്ധി അടക്കമുള്ള ആളുകൾ പാർലമെന്റിൽ കുത്തിയിരുന്നില്ലേ? എന്തിനാ നിങ്ങൾ കുത്തിയിരുന്നത്? അന്ന് എയർലൈൻസിലെ തടവുകാരാക്കപ്പെട്ടിട്ടുള്ള പാസഞ്ചേഴ്സിന്റെ കുടുംബത്തെ കൊണ്ടുവന്ന് കുത്തിയിരുന്നില്ലേ? പുതിയ കഥയാണ് പറഞ്ഞത്. ഇതെന്ത് കഥ? ഇത് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് പുതിയ കഥയായിട്ട് തോന്നും. രാഹുൽ ഗാന്ധി എന്താ, സോണിയാഗാന്ധി അന്ന് എന്താ ചെയ്തെന്നുള്ളത് വിവരമുള്ളവർക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലായില്ല. ഈ ഒരു കാര്യത്തിൽ ഒരു ഒബ്ജക്ഷൻ ഉണ്ട് ശ്രീ ജോസഫ് വഴക്കിന്. ആ ജോസഫ് വഴക്കിന്റെ ഒബ്ജക്ഷൻ ഒന്ന് രേഖപ്പെടുത്തി നമുക്ക് പോകാം. ശ്രീ ജോസഫ് വഴക്കൻ, ഈ കാര്യത്തിലുള്ള വളരെ പെട്ടെന്നുള്ള പ്രതികരണമാവാം. അതിനുശേഷം ഞാൻ ഗോപാലകൃഷ്ണനിലേക്ക് വരാം, ഗോവിന്ദ മാസ്റ്ററിലേക്ക്. അല്ല, ഈ ഗോപാലകൃഷ്ണൻ എന്ത് വർത്തമാനമായി പറഞ്ഞത്? ഗോപാലകൃഷ്ണന്റെ നേതാക്കന്മാര് BJP ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യൻ പാർലമെന്റിലേക്ക് തീവ്രവാദികൾ ഇടിച്ചു കയറിയത്. ഭാഗ്യം കൊണ്ട് LK അദ്വാനി ഉൾപ്പെടെയുള്ളവർ രക്ഷപ്പെട്ടത്. ആ ഭാഗ്യം കൊണ്ട് ഇന്ത്യൻ പാർലമെന്റിനകത്തേക്ക് അത് 6-7 സെക്യൂരിറ്റി ഭേദിച്ച് തീവ്രവാദികൾ കടന്നു വന്നത്. ഈ പറയുന്ന നമ്മുടെ കാർഗിൽ യുദ്ധം ഉണ്ടല്ലോ, ആ യുദ്ധം 6 കിലോമീറ്റർ ഉള്ളിലേക്ക് കിലോമീറ്ററുകളോളം നീളത്തിൽ പാകിസ്ഥാൻ സൈന്യം കടന്ന് 3 മാസം കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രധാനമന്ത്രിയും ഭരണകൂടവും അറിയുന്നത് തന്നെ. ഒരു യുദ്ധത്തെ അതിന് തിരിച്ചടിക്കുള്ള ഒരു നിർദ്ദേശം പോലും കൊടുത്തത്. ഉറിയിലും പത്താൻകോടിലും ഈ മഹാൻ 56 ഇഞ്ചുകാരൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് വന്ന് അറ്റാക്ക് നടത്തിയത്. എവിടെയായിരുന്നു അന്നേരമൊക്കെ ഈ വർത്തമാനം പറയാന്? എന്നിട്ട് ഇന്നിപ്പോ ഇത് കൊണ്ടുപോയി തിരിച്ച് പുൽവാമയിൽ അതിന് തിരിച്ച് എന്താക്രമണം നടത്തി എന്നുള്ളതിനെ കുറിച്ച് ലോകത്തിന്റെ മുമ്പിൽ പോലും ബോധ്യപ്പെടുത്താൻ കഴിയാതെ ഇവിടെ നിൽക്കുക ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യയിലെ BJPയും. ലോകത്തിന്റെ മുമ്പിൽ ഇതേവരെ ഒരു തെളിവ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ അവിടെ നിങ്ങൾ തിരിച്ചടിച്ചു എന്ന് പറഞ്ഞതിന്? പിന്നെ നിങ്ങൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇതുപോലെ വിടുവാടിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ RSS നേതാക്കന്മാര് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തില് അറിയാവുന്ന നിങ്ങൾ ഗോവർക്കർ ഉൾപ്പെടെയുള്ള ആളുകള് ബ്രിട്ടീഷുകാരന് മാപ്പെഴുതി കൊടുത്ത് ഇറങ്ങിപ്പോന്ന മാന്യന്മാരാ RSSന്റെ ആളുകള്. അതുകൊണ്ട് വലിയ വർത്തമാനമൊന്നും നിങ്ങൾ രാഹുൽ ഗാന്ധി തിരുത്തുമോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ എല്ലാവർക്കും പേടി. സുപ്രീം കോടതിയിൽ തുടർച്ചയായി 2ാമത്തെ മാപ്പെഴുതി കൊടുത്തു. തുടർച്ചയായി 1 തവണ 2 തവണ മാപ്പെഴുതി കൊടുത്ത ചരിത്രം കൂടി ഉണ്ട് രാഹുൽ ഗാന്ധിക്ക്. ഒന്ന് ദേശസുരക്ഷയുടെ കാര്യമാണെങ്കിൽ ഒന്ന് കള്ളത്തരം പറഞ്ഞതിനാണ്. അല്ല, അതിനെക്കുറിച്ച് പറയട്ടെ. ഞാൻ പറയുന്ന അതിനൊരു മറുപടി എനിക്ക് പറയാനുണ്ട്. ഈ നരേന്ദ്രമോദി എന്തായിരുന്നു പറഞ്ഞത്? ഇന്ത്യൻ പാർലമെന്റിൽ വെക്കാതെ പാർലമെന്റിന്റെ ബിസിനസ് അഡ്വൈസർ പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ മുമ്പിൽ വരാതെ CAGയുടെ റിപ്പോർട്ട് വരാതെ ഒരു കള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി സുപ്രീം കോടതിയുടെ മുമ്പിൽ എഴുതി വെച്ചിട്ട് സുപ്രീം കോടതി ഇതിനെക്കുറിച്ച് അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ നരേന്ദ്രമോദി എന്തായിരുന്നു പറഞ്ഞത്? ഇതാ സുപ്രീം കോടതി ക്ലീൻ ചിറ്റ് തന്നു എന്ന്. ഏതാ? റാഫേൽ കച്ചവടത്തിലെ
30,000 കോടി റിലയൻസിന് കൊടുത്തിട്ട് അതൊരു ക്ലീൻ ചിറ്റ് തന്നു എന്നല്ലേ പറഞ്ഞത്. എന്ന് പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി ഞങ്ങളുടെ ഒരു സ്ലോഗൻ പറഞ്ഞു തിരിച്ച എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് പറയാൻ പാടില്ലായിരുന്നു എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയോട് ഇപ്പോൾ ക്ഷമ പറഞ്ഞത്. അതല്ലാതെ അദ്ദേഹം ചൗക്കീദാർ ചോർഹെ എന്നുള്ള മുദ്രാവാക്യത്തിൽ നിന്ന് ഒരിക്കലും മാറിയിട്ടില്ല. സംസാരിച്ചതിന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മിസ്റ്റർ വാഴക്കൻ, നിങ്ങളിപ്പോൾ പറഞ്ഞു കാർഗിലിൻ്റെ കാര്യം. ശരിയാണ്, കാർഗിൽ യുദ്ധം ഞങ്ങൾ നയിച്ചു, 1 ഇഞ്ച് ഭൂമി കൊടുത്തില്ല. ഒരു സിനിമയുണ്ട് മോഹൻലാലിൻ്റെ, കേണൽ വിശ്വനാഥിന്റെ പേര് പറഞ്ഞുകൊണ്ട്, മഹാദേവന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇതിനു മുമ്പുള്ള പ്രധാനമന്ത്രി പറഞ്ഞു നിങ്ങൾ പിടിച്ചെടുത്ത ഭൂമി മുഴുവൻ തിരിച്ചു കൊടുക്കാൻ. പക്ഷേ ഇന്നത്തെ ഞാൻ സംസാരിക്കട്ടെ സാർ, നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടിയില്ലല്ലോ. ഇടയിൽ കയറി സംസാരിക്കുന്നത് നിങ്ങൾ പറഞ്ഞപ്പോൾ മിണ്ടിയില്ല, ഇടയിൽ കയറി സംസാരിക്കില്ല പ്ലീസ് സാർ. നിങ്ങളെ അല്ല, അങ്ങനെയാണെങ്കിൽ ചർച്ച നടത്തണ്ട. ചോദിച്ചും പറഞ്ഞു പോവാം. ശ്രീ ഗോപാലകൃഷ്ണൻ തുടരൂ. അല്ല, ആ കാർഗിൽ യുദ്ധത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി പറഞ്ഞത്, പാകിസ്ഥാന്റെ യുദ്ധം നടന്ന കാലഘട്ടത്തിൽ പ്രധാനമന്ത്രി ജനറൽ തിമ്മയ്യെ അടക്കമുള്ള ആളുകൾ പിടിച്ച ഭൂമി മുഴുവനും പാകിസ്ഥാന് വിട്ടുകൊടുത്തു. അനാവശ്യമായിട്ട് UNO-യിൽ കൊണ്ടുവന്ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് ഈ POK ഉണ്ടാവുന്ന പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ. അവിടെയാണ് ഭീകരവാദികളുടെ ക്യാമ്പ്. കാശ്മീരിനെ അസ്വസ്ഥമാക്കുന്ന 370 വകുപ്പ് കൊടുത്തത് നിങ്ങൾ. എന്തിന്? ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചവർ നിങ്ങൾ. പക്ഷേ ഇപ്പോൾ കാർഗിൽ യുദ്ധം നടന്നപ്പോൾ 1 ഇഞ്ച് ഭൂമി കൊടുത്തിട്ടില്ല ഞങ്ങൾ. 1 ഇഞ്ച് ഭൂമി. ദാ ചൈന വന്നു, 98,000 ചതുരശ്ര കിലോമീറ്റർ ആക്സി ചീൻ എന്ന് പറയുന്ന അരുണാചൽ പ്രദേശിന്റെ സ്ഥലം ചൈനയ്ക്ക് വിട്ടുകൊടുത്തത് ആര്? നിങ്ങൾ. പൊട്ടാത്ത തോക്ക് സൈനികർക്ക് കൊടുത്ത് ചൈനയുടെ ചെമ്പട ഇരമ്പിക്കേറിയപ്പോൾ നിങ്ങൾ എവിടെ പോയിരുന്നു? നിങ്ങളുടെ നേതാക്കന്മാര് അന്ന് 98,000 ചതുരശ്ര കിലോമീറ്റർ പിടിച്ചു. ഇന്നൊരു ആണവ ശക്തിയടക്കം എല്ലാ അർത്ഥതലങ്ങളിലും ഇന്ന് സൈനിക ശക്തി ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പേടി. നിങ്ങൾ നരേന്ദ്രമോദിയുടെ പേര് കേൾക്കുമ്പോൾ പേടിക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ 21 പേര് ഒന്നിച്ചങ്ങോട്ട് പോയത്. നിങ്ങൾ എന്ത് പേടിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, നമുക്കൊന്ന് സംസാരിക്കാം. സാമ്പത്തിക അവസ്ഥ എന്തായിരുന്നു 2014? 2014 10.8% ഈ നാട്ടിലെ വളർച്ചയുടെ നിരക്കല്ല, ഈ നാട്ടിലെ ഇൻഫ്ലേഷൻ. വളർച്ച എത്രയാ? 3.8, 4.2. പക്ഷെ ഇന്ന് ഇൻഫ്ലേഷൻ എത്രയാ? ഇന്ന് 4.5 ഇൻഫ്ലേഷൻ. ഇന്ന് വളർച്ച എത്രയാ? 7.2. സാമ്പത്തിക രംഗത്ത് BJP സർക്കാർ ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോയോ ഇല്ലയോ എന്ന് ഏതെങ്കിലും തൊഴിലില്ലായ്മയുടെ കണക്ക് കൂടി ഒന്ന് പറയണം ശ്രീ ഗോപാലകൃഷ്ണൻ. ആ കണക്കിന്റെ കൂടെ NSSOയുടെ മലയാളിയായ ഉദ്യോഗസ്ഥൻ കൂടി അംഗമായ NSSOയുടെ കണക്ക് കൂടി പറയണം. അതെ, തീർച്ചയായിട്ടും ഞാൻ ആ കാര്യം കൂടി പറയാം. ഒരു ദിവസം കൊണ്ടുണ്ടാവുന്നതല്ല തൊഴിലെന്ന് പറയുന്നത്. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 15.5 കോടി രൂപ കൊടുത്ത് സ്വയം സംരംഭങ്ങൾ ഉണ്ടാക്കി. ഈ ഗോവിന്ദ മാസ്റ്റർ പാർട്ടി ഉണ്ടല്ലോ, ഏത് ഈ കാക്കനാട് ഭാഗത്തുണ്ട്, അതുകൂടി കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുമല്ലോ അല്ലേ ഈ 15 കോടിയിൽ? ഉണ്ട്. ഞാൻ ആ കണക്ക് പറയാം. 1,50,000 ഈ കേരളത്തിൽ കൊടുത്ത മുദ്രാ ബാങ്ക്. അതിൽ 32,000 ഞങ്ങൾ സർവേ എടുത്തിട്ടുണ്ട്. 32,000 CPM-ഉമായി ബന്ധപ്പെടുന്ന ഇടതുപക്ഷക്കാരാ ആ പൈസ മേടിച്ചത്. ബാങ്കിൽ നിന്ന് മേടിച്ചിട്ട് എനിക്കറിയില്ല. അല്ല, നമ്മുടെ ഈ ചർച്ചക്ക് എന്താണോ വിഷയമായിട്ട് വന്നത് അത് ഈ 2 ഭരണവർഗ പാർട്ടികളും പരിപൂർണമായിട്ട് തകർത്തിരിക്കുകയാണ്. കാരണം ആ വിഷയത്തിലേക്ക് രണ്ടാളും വന്നിട്ടില്ല. രണ്ടാളും പുല്ലിയാട്ടും പറയുന്ന ഒരു പഴയ ഒരവസ്ഥ, ജീർണമായ ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീക്കിക്കൊണ്ടുപോയത്. രണ്ട് ഭരണവർഗ പാർട്ടികൾ നടത്തിയിട്ടുള്ള ഞാൻ നിഷേധിക്കുന്നില്ല. ഞാൻ കൃത്യമായിട്ട് തന്നെ പറഞ്ഞത്. ഞാൻ ഒന്നും നിഷേധിച്ചിട്ടില്ല. ഞങ്ങൾ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തോന്നുന്നതാണ്. അത് ഒന്നും കൂടി ഞാൻ ആവർത്തിക്കാം. കാരണം നിങ്ങൾ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് ആ വിഷയ പ്രശ്നമല്ല. ഞാനിവിടെ പറയാൻ പോകുന്നത് BJP പ്രശ്നമാണ്. വളരെ വളരെ സങ്കീർണമായ ഒരു പ്രശ്നം. ഞാൻ പറയാം. ചോദിച്ചോ. ശരി, നിങ്ങൾ എന്താ ചെയ്യാൻ പറയേണ്ടത്? പക്ഷെ നിങ്ങൾ ചെയ്യാൻ പോകുന്നു പ്ലീസ്, അറിയാൻ വേണ്ടി. അതാ ഞാൻ പറഞ്ഞത്. BJP-യെ താഴെ ഇറക്കണം. അതാ ഇനി പറയാൻ പോകുന്നത്. അതായത് ഞാൻ നേരത്തെ 2 പ്രാവശ്യം പറഞ്ഞു. ഗോപാലകൃഷ്ണൻ കേട്ടിട്ടില്ല. ഒന്നാമത്തത് BJP-യെ താഴെ ഇറക്കണം. രണ്ടാമത്തത് ഒരു മതനിരപേക്ഷ ഗവൺമെന്റ് ഇന്ത്യയിൽ അധികാരത്തിൽ വരണം. ആരുടെ നേതൃത്വത്തിൽ? അത് മനസ്സിലായോ?
ആരുടെ നേതൃത്വത്തിൽ? ഒരു മതനിരപേക്ഷ ഗവൺമെന്റ് ഇന്ത്യയിൽ അധികാരത്തിൽ വരണം എന്ന് പറഞ്ഞത് മനസ്സിലായോ? കേക്ക് നേതൃത്വം ഇപ്പോൾ പറയാൻ പറ്റില്ല. നേതൃത്വം ഇപ്പോൾ പറയാൻ പറ്റില്ല. മനസ്സിലായിട്ടില്ല. കോൺഗ്രസ് പറയുന്ന പോലെ ഞാനിപ്പോ കോൺഗ്രസ് അങ്ങനെയാണോ? ആരാണോ നേതൃത്വം എന്നുള്ളത് ഞാൻ പറയുന്നത് കേൾക്ക്. അതിൽ CPM ഉണ്ടാകുമോ? അത് പറയും. ഏത് മുന്നണി? ഇല്ല, ഞങ്ങൾ നേതൃത്വം കൊടുക്കാൻ സംസാരിക്കുന്ന CPM കോൺഗ്രസ് അല്ലാതെ നിങ്ങൾ പറഞ്ഞു, കോൺഗ്രസിന്റെ കൂടെ ഇല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ മതനിരപേക്ഷ ഗവൺമെന്റിന്റെ BJP ഇല്ല. അവ്യക്തതയുണ്ട്. കാരണം മാഷു പറയുന്ന ഒരു കാര്യം ഉറപ്പിച്ചു, BJP ഇതര ഗവൺമെന്റ് ഉണ്ടാക്കുക എന്നതാണ് ഉദ്ദേശമെങ്കിൽ അതിന് നേതൃത്വം നൽകാൻ ആരെങ്കിലും വേണ്ടേ? 100-ൽ കൂടുതൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്ന പാർട്ടികളുടെ കണക്കൊന്ന് മാഷ് എടുത്തു നോക്കൂ. 100-ൽ കൂടുതൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്ന പാർട്ടികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും BSPയുമാണ്. പിന്നീട് താഴേക്ക് വന്നു നോക്കിയാൽ പിന്നെ CPIM ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ TDP ആണ്, പിന്നെ TRS ആണ്, മമതാ ബാനർജിയാണ്. ഇവരിൽ ആരെങ്കിലും ഒക്കെ ആയിരിക്കുമല്ലോ BJP ബദൽ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ആർക്കൊപ്പമാണ് എന്നതായിരുന്നു വളരെ ലളിതമായ ചോദ്യം. ആ ലളിതമായ ചോദ്യത്തിന് ഞാൻ കൃത്യമായ ഉത്തരം പറഞ്ഞത്. ആ ഉത്തരം ഇതാണ്: BJPയെ താഴെ ഇറക്കുന്നതിന് വേണ്ടി നിലപാട് സ്വീകരിക്കുന്ന മതനിരപേക്ഷ പാർട്ടികൾ ആരൊക്കെയാണോ ആ പാർട്ടികളെല്ലാം ചേർത്തുകൊണ്ട് ഒരു ഗവൺമെന്റ് വേണം. ആ ഗവൺമെന്റിന് CPIMന്റെ പരിപൂർണമായ പിന്തുണയുണ്ടാവും. അതാണ് BJP ഇതര ഗവൺമെന്റ് ആയിരിക്കുമോ? കോൺഗ്രസ് ഇതര BJP ഇതര ഗവൺമെന്റ് ആയിരിക്കുമോ? ചന്ദ്രശേഖർ റാവു പറയുന്ന ഫെഡറൽ മുന്നണി പോലെ, അതല്ല കോൺഗ്രസ് കൂടി ഉൾപ്പെട്ട മുന്നണി ആയിരിക്കുമോ? അതല്ലേ മൂന്നാം മുന്നണി എന്ന് പറയുന്നത്. അതല്ലേ മൂന്നാം മുന്നണി എന്ന് പറയുന്നത്. എന്റെ സുഹൃത്തെ, മൂന്നാം മുന്നണി എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് പറഞ്ഞു. ശരി, അപ്പോൾ പിന്നെ കോൺഗ്രസ് ഇതര BJP ഇതര മുന്നണി ഒരു തെറ്റിദ്ധാരണ ഞങ്ങൾക്കില്ല. ശരി, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സാഹചര്യമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2019 മെയ് മാസം 23-ാം തീയതിക്ക് ശേഷം രാജ്യത്തിനൊരു പ്രധാനമന്ത്രി വേണ്ടേ? രാജ്യത്തിനൊരു പ്രധാനമന്ത്രി വേണ്ടേ? രാജ്യത്തൊരു മുന്നണി ഭരണമാണെങ്കിൽ ആ മുന്നണി ഭരണം വേണ്ടേ? അത് നയിക്കാൻ ഒരാൾ വേണ്ടേ? പ്രധാനമന്ത്രി ഉണ്ടാവും. പ്രധാനമന്ത്രി ഞാൻ മറുപടി പറയട്ടെ. പറഞ്ഞോളൂ. ഞാൻ മറുപടി പറയട്ടെ. ഞങ്ങൾക്കൊരു കാര്യം വ്യക്തതയുണ്ട്. BJPയെ താഴെ ഇറക്കി ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ അധികാരത്തിൽ വരുന്ന ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കാൻ പ്രാപ്തിയുള്ള നിരവധി ആളുകൾ ഇന്ത്യയിലുണ്ട്. അവരാരാണ് എന്ന് ഇപ്പോഴും നമ്മൾ തീരുമാനിക്കുന്നില്ല. ആ തീരുമാനം 23-ാം തീയതിക്ക് ശേഷമുള്ള വസ്തുനിഷ്ഠ യാഥാർത്ഥ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമേ സാധിക്കുള്ളൂ എന്ന് തന്നെയാണ് പറഞ്ഞു വന്നത്. ഇപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി അവകാശപ്പെടുന്നത് പോലെ ഞങ്ങളുടെ നേതൃത്വത്തിലുള്ളൊരു ഗവൺമെൻറ് എന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അതായത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളൊരു ഗവൺമെൻറ്റാണ് എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ ആരൊക്കെയാണ് ജയിച്ചു വരുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് BJP ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ ഉതകുന്ന രീതിയിൽ അതിൻ്റെ അകത്ത് കുഴപ്പമുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 21 പാർട്ടികൾ ചേർന്നുകൊണ്ട് ഇപ്പോഴും തന്നെ പ്രസിഡന്റിനെ കാണാനും പ്രസിഡന്റിനോട് കാര്യങ്ങൾ പറയാനും വേണ്ടി തീരുമാനിച്ചത്. അല്ലെങ്കിൽ അയാറാം ഗയാറാം എന്നുള്ള പഴയ രീതിയിൽ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുന്നതിന് വേണ്ടിയും പാർട്ടികളെ പിടിക്കുന്നതിന് വേണ്ടിയെല്ലാമുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കൃത്യമായ ധാരണയോടുകൂടി 21 രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന് പ്രസിഡന്റിനോട് ഇപ്പോൾ തന്നെ അഭ്യർത്ഥിക്കുകയും അതുപോലെ തന്നെ ഉണ്ട് എന്നാണോ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? കാരണം വിവിപാറ്റിന് ഹർജി നൽകാൻ പോയ കക്ഷികളുടെ കൂടെ നിങ്ങൾ ഉണ്ടായിരുന്നു. ഈ ചന്ദ്രബാബു നായിഡു പറഞ്ഞ 21-ാം തീയതി ഒരുമിച്ചിരിക്കാൻ പോകുന്ന ആ പാർട്ടികളുടെ കൂടെ CPM ഉണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണല്ലോ CPI നിലകൊള്ളുന്നത്. ആ CPIM മതനിരപേക്ഷ ഗവൺമെൻറ് ഇന്ത്യയിൽ രൂപം കൊള്ളുമ്പോൾ ആ ഗവൺമെൻറ്റിനെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ പ്രവർത്തനത്തിൽ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നായിഡുവിനോടൊപ്പമുണ്ട്. അതാണ് ഞങ്ങളുടെ റോള്. അതിലൊരു തർക്കവും ഉണ്ടാവേണ്ടിയില്ല. BJP ഉണ്ട്. അതിനെ ആ ഒരു BJP വിരുദ്ധ ഗവൺമെന്റ് രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ അതിനെക്കുറിച്ചാണ് ഇന്ന് ചന്ദ്രബാബു നായിഡു പറഞ്ഞത്. അത് കോൺഗ്രസ് ഇല്ലാത്ത ഒരു മുന്നണിയല്ല എന്ന് ചന്ദ്രബാബു നായിഡു പറഞ്ഞു കഴിഞ്ഞു. അതായത് പരോക്ഷമായി നിങ്ങൾ ചന്ദ്രബാബു നായിഡുവിന്റെ മുന്നണിയിലുണ്ട് എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിന്റെ പുറത്തുനിന്ന് പിന്തുണയോ അകത്തുനിന്ന് പിന്തുണയോ നയിക്കുന്ന പാർട്ടിയുടെയോ ഭാഗമായി
CPM ഉണ്ട് എന്ന് തന്നെയാണ് അതിന്റെ സന്ദേശം പുറത്തേക്ക് വരുന്നത്. മാഷിന് തിരുത്താൻ അവസരമുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ഞാൻ തിരിച്ചു വരാം. വളരെ ചെറിയൊരു ഇടവേള. This is 24.